രാജ്യത്തെ ഒന്നടങ്കം നടുക്കിക്കൊണ്ട് ജർമ്മനിയിൽ വീണ്ടും ഭീകരവാദി ആക്രമണം. ഇന്ന് രാവിലെ പ്രാദേശിക സമയം 10:30 ജർമ്മനിയിലെ മ്യൂണിക്കിൽ 24 വയസ്സുള്ള ഒരു അഫ്ഗാൻ അഭയാർത്ഥി ഓടിച്ചുവന്ന കാർ നഗരത്തിലെ സെൻട്രൽ ട്രെയിൻ സ്റ്റേഷന് സമീപം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. 28 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഈ സംഭവത്തിന് മുമ്പ് സർവീസ് വർക്കേഴ്സ് യൂണിയന്റെ പ്രകടനം നടന്ന തിരക്കേറിയ ഒരു ചത്വരത്തിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്. ഈ ഭീകരൻ തൊട്ടുമുമ്പ് പോലീസിനെയും പോലീസ് വാഹനങ്ങളെയും നിരീക്ഷിച്ചതിന് ശേഷമായിരുന്നു ആക്രമണം നടത്തിയത്. ക്രീം നിറത്തിലുള്ള മിനി കൂപ്പർ വാഹനം നിരവധി കാൽനട യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇരുകളുടെ സൂഷ് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയും പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന്റെയും ആക്രമണത്തിൽ ഭാഗികമായി തകർന്ന കാറിന്റെയും ചിത്രങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു. സംഭവത്തിന് ശേഷം മ്യൂണിക് മേയർ ഡയറ്റർ റീറ്റർ സംഭവത്തിൽ തന്റെ ഞെട്ടൽ രേഖപ്പെടുത്തുകയും പരിക്കേറ്റവരിൽ കുട്ടികളും ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തെക്കുറിച്ച് ബവേറിയൻ ഗവർണർ മാർക്കസ് സോഡർ പറഞ്ഞത് ഒരുപക്ഷെ ഇതൊരു ഭീകരവാദി ആക്രമണമായിരിക്കാം എന്നാണ്. പിന്നീട് പോലീസ് പ്രതിയെ പിടികൂടിയതായി സ്ഥിരീകരിച്ചു. അഫ്ഗാൻ അഭയാർത്ഥിയായ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അഭയാർത്ഥികൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം ഇപ്പോഴും അന്വേഷണത്തിലാണെങ്കിലും സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനവുമായി, അതായത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ്, ബന്ധം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ആക്രമണം നഗരത്തിലെ പൊതു സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനിയുടെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ പ്രദേശത്ത് നിന്ന് വിട്ടുനിൽക്കാൻ സുരക്ഷാ സേന പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് സമാനമായ ആക്രമണം മാഗ്ഡെബർഗ് ക്രിസ്മസ് മാർക്കറ്റിന് സമീപം 2024 ഡിസംബർ 20 നടന്നിരുന്നു. അന്ന് 50 വയസ്സുള്ള ഒരാൾ മാഗ്ഡെബർഗിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റി 5 പേർ മരിക്കുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇയാൾ സൗദിയിൽ ജനിച്ചതാണെന്നും തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന ആളാണെന്നും പിന്നീട് കണ്ടെത്തി. അതിനു മുമ്പ് 2016 ഡിസംബറിലും ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിൽ സമാന രീതിയിലുള്ള ആക്രമണം നടന്നിരുന്നു. അന്ന് 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അയാളും ഒരു ഇസ്ലാമിക തീവ്രവാദിയായിരുന്നു. പിന്നീട് ഇറ്റലിയിൽ നടന്ന ഒരു വെടിവയ്പിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തോടുകൂടി അഭയാർത്ഥികൾക്ക് നേരെയുള്ള വിവിധ രാജ്യങ്ങളുടെ നിയമനിർമ്മാണവും നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേഗതയേറും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട.